ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇവിടെ ഒരു കോവയ്ക്ക വലുതായ പടർന്ന് നിൽക്കുകയാണ് കോവയ്ക്ക. അപ്പം അത് ടെറസിൽ നിന്ന് കണ്ടോ, ഇങ്ങനെയാണത് ടെറസിലോ താഴേന്ന് പടർന്ന് ടെറസിലോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം അത് കാണാൻ ഒരു രസം ഉണ്ട്. അപ്പോൾ ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് കേട്ടോ. ഇവിടെ സ്റ്റെപ്പുണ്ട്, കണ്ടില്ലേ സ്റ്റെപ്പിൽ വന്ന് ഇരുന്ന് നടത്തം കഴിഞ്ഞു. എന്നും നടക്കണമെന്നാണ് വിചാരിക്കും, പക്ഷെ പറ്റത്തില്ല. എന്നോട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് നടക്കണമെന്ന്. ഡോക്ടറെ കാണാനൊക്കെ എനിക്ക് ഈ കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടേ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് നടക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് നടക്കാൻ ഭയങ്കര മടിയാണ്. ഭയങ്കര മടിയാന്ന് വെച്ചാൽ ഞാൻ കഴിയുന്നതത്ര ഞാൻ വണ്ടിയിൽ പോകാനേ നോക്കത്തുള്ളൂ. ഇച്ചിരിയൊക്കെ പോലും എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നടന്നു പോവും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചേ പോകത്തുള്ളൂ. എനിക്ക് ഭയങ്കര മടിയാണ് നടക്കാൻ. അതുപോലെ എന്നും വിചാരിക്കും സന്ധ്യയ്ക്ക് ഇവിടെ സമയമൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ എന്നും സന്ധ്യയ്ക്ക് വിചാരിക്കും ഞാൻ ടെറസിൽ വന്ന് നടക്കണമെന്ന്. പക്ഷേ അത് പറ്റത്തില്ല. ഞാൻ അങ്ങ് മടിച്ചങ്ങ് ഇരിക്കും. അപ്പം ഇവിടെ ആണെങ്കിൽ ഞാൻ സന്ധ്യയ്ക്കാണ് കുളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയമൊക്കെ ആകുമ്പം കുളിയും നനയൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങ് മടിക്കുക. അപ്പം എന്നെ വിചാരിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് മാറ്റമൊക്കെ വരുത്തണമെന്ന്. അപ്പം ഇന്നലെ ഞാൻ നടക്കാൻ വന്നായിരുന്നേ. ഇന്നലെ പക്ഷെ ഇച്ചിരി ഇരട്ടിയിട്ടാണ് വന്നത് ഞാൻ. പക്ഷെ കൊതുക് കടിക്കുന്നു. ഇവിടെ നല്ല കൊതുകുണ്ട് ഇവിടെ ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഇന്നലെ വന്നപ്പോഴത്തേനും ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട. പിന്നെ ഓർത്ത് അങ്ങ് മടി തോന്നി. ഇപ്പം മടി തോന്നി അങ്ങ് പോയി. പിന്നെ ഞാൻ സമയവും ഇല്ലായിരുന്നു, നേരെ ഇച്ചിരി ഇരുട്ടിയായിരുന്നു. അപ്പം ഇന്നലെ മുതൽ വിചാരിച്ചു ഇനി എന്നും കുറച്ച് അരമണിക്കൂറെങ്കിലും നടക്കണമെന്ന്. നടക്കാൻ വന്ന ഞാനാണ് ഇവിടെ ഇരുന്ന് ലെക്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ ചുമ്മാ നടക്കാമെന്നും പറഞ്ഞ് കയറി വന്നതാണ്. അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ. അപ്പം ഇന്ന് എന്തായാലും ഇതൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ. വേറെ വിശേഷം എന്താണ്? അപ്പം ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. പിള്ളേരൊക്കെ ഈ ലൈവിലൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ ആ വീഡിയോസൊന്നും ആരും അധികം കണ്ടിട്ടുകൂടിയില്ല. അത് നല്ല വീഡിയോസൊന്നും ഇട്ട് ആൾക്കാർ കാണത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ഇടുന്നെങ്കിൽ ആൾക്കാർ കാണത്തുള്ളൂ. അതിപ്പോൾ കാണുമോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമുക്കറിയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുത്ത് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം. ഒരു 10, 16, ഒരു +2 ഒക്കെ കഴിയണ വരെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ചെറിയ അഭിപ്രായമാണ് കേട്ടോ. ആർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാം, തള്ളിക്കളയണവർക്ക് തള്ളിക്കളയാം. അപ്പം ഞാനെന്നും പറയുന്നതെന്നും ഒരു കാര്യം അല്ലല്ലോ. നമ്മളൊക്കെ പറയണ അത്രയ്ക്ക് ഇത്ര വിലയല്ലേ എല്ലാവരും തരത്തുള്ളൂ. നമ്മൾ പഠിപ്പില്ല, വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരിലൊക്കെ ഇല്ലേ. അപ്പം നമ്മൾ അത് നല്ലതാണ് പറയണമെങ്കിലും അതൊന്നും ആരും ഉൾക്കൊള്ളത്തില്ല. എന്ത് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വളർത്തണം. ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ഇപ്പോഴത്തെ കാലഘട്ടം നല്ലതല്ല. അതുകൊണ്ട് എല്ലാവരും കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് വളർത്തിയാൽ നമുക്ക് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ പിന്നെ കരയേണ്ടിയും പിഴിയേണ്ടിയൊന്നും വരത്തില്ല. നമ്മുടെ മേൽനോട്ടം ചിലർ പിള്ളേർക്ക് അങ്ങ് ഫ്രീഡം കൊടുത്ത് അങ്ങ് വിട്ടേക്കും. അങ്ങനെയൊന്നും അല്ല. നമ്മൾ നോക്കേണ്ട സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കണം. പിന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ഹോട്ടലിലെ ഫുഡൊന്നും അധികം വാങ്ങിച്ച് കൊടുക്കാതെയും ഒക്കെ ഇരുന്നാൽ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആഹാരം പോലും കഴിക്കത്തില്ല. അവർ ഹോട്ടലിലെ ഫുഡ് തന്നെ കഴിക്കാനാണ് അവർക്കിഷ്ടം. വെച്ചാൽ അത് കുഞ്ഞുനാളിലെ ഇവർക്ക് വാങ്ങിച്ച് കൊടുത്ത് അതൊരു ശീലം. നമ്മളൊക്കെ അങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ.
അപ്പം നമ്മൾ ഈ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ ഒരുപാടടുത്ത് പോകുന്നതാണല്ലോ. അപ്പം നമുക്ക് ഒരേ അടുത്ത് പോകുമ്പോഴും ഒരേ വീട്ടിൽ ചെല്ലുമ്പോഴായാലും ഈ കുഞ്ഞുങ്ങളുടെ ഓരോ നിർബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്ന. അവർക്ക് ചോറൊന്നും വേണ്ട, അവർക്ക് നൂഡിൽസ്, പിന്നെ എന്തൊക്കെയോ വായിക്കൊള്ളാത്ത പേരുകളുള്ള സാധനം. അപ്പോൾ വായിക്കൊള്ളാത്ത പേരുകളൊക്കെ ഉള്ള ഓരോരോ ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അവർക്ക് വീട്ടുകാർക്കായാലും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഇപ്പോഴത്തെ എല്ലാവരും ജോലിക്കാരും അവരും ഒക്കെ അല്ലേ. അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മമാരുടെ കൂടെയൊക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ അവരൊക്കെ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് അല്ലാത്ത ഫാസ്റ്റ് ഫുഡ് പോലെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും, പ്രത്യേകിച്ച് എല്ലായിടത്തും മിക്കയിടത്തും ഒക്കെ അങ്ങനെ തന്നെ. ചിലയിടത്തൊക്കെ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് ചോറോ കഞ്ഞിയോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഇഡ്ഡലിയും ദോശയൊന്നും ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ട. അവർക്കൊക്കെ ഇഡ്ഡലി ദോശ അങ്ങനെ ഒന്നും വേണ്ട. അല്ലാത്ത അവർക്കൊക്കെ ചിക്കനും മട്ടനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി കുഞ്ഞുങ്ങൾക്ക്. രാവിലെ ആയാലും അവർക്ക് അതൊക്കെ കൊടുക്കണമെന്ന് ഇഷ്ടം. ഞാനിപ്പോൾ ഒരുപാടടുത്ത് കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നമ്മളല്ലാതെ ഉള്ള അറിവിൽ വെച്ചിട്ട് പറയുന്നതല്ല കേട്ടോ. ഇതൊരു ഊഹാഭോഗം കൊണ്ട് പറയുന്നതല്ല, കണ്ടിട്ടുള്ള ഒരുപാടടുത്ത് കാണുന്നത് കൊണ്ട് പറയുന്നതാണ്. പിന്നെ അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴും കണ്ടില്ലേ, എല്ലാ സാധനങ്ങളും വിഷമാണ്. പുറത്തുനിന്ന് മേടിക്കുന്ന എല്ലാ സാധനങ്ങളും വിഷമാണ്. കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ ഏതോ ഒരു സ്ഥലത്ത് ജിലേബി ഉണ്ടാക്കുന്നത്, പിന്നെ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, ആ കവറ് ഇവർ ആ മാവിൻ്റെ കൂടെ എന്തിൻ്റെയും കൊണ്ട് കൂടെ ഉരുക്കി ചേർക്കുന്നുണ്ട്. ഉരുക്കിയിട്ട് ആ മാവിൻ്റെ കൂടെ അവർ അത് അരച്ച് ചേർക്കുന്നത് കണ്ട. അങ്ങനെയാണ് ജിലേബി ഉണ്ടാക്കുന്നത്. അത് എന്താണ്, ഈ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എണ്ണയിലിടുമ്പം ഉഴുന്നിൻ്റെ മാവ് അങ്ങണ്ടല്ലേ ജിലേബി ഉണ്ടാക്കുന്നത്. അപ്പം അത് മുറിഞ്ഞു പോവുമല്ലോ. അപ്പം മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറ് അരച്ച് അതിൻ്റെ കൂടെ ചേർത്താണ് അവരുണ്ടാക്കുന്നത്. അതങ്ങനെ ആൾക്കാർ വന്ന് കണ്ടതായിട്ട് ഞാൻ ഇൻസ്റ്റയിലെ എന്തോ ഒരു കാര്യത്തിലാണ് ഞാനത് കണ്ടത്. അപ്പം ജിലേബിയൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജിലേബിയും ലഡുവൊക്കെ. അപ്പം അതൊക്കെ ഇനിയൊക്കെ എങ്ങനെ വാങ്ങിച്ച് തിന്നുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ടേ പിന്നെ എങ്ങനെ വാങ്ങിച്ച് നമ്മൾ കഴിക്കും. അവിടെ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ അവിടെ ഒരു തെങ്ങിൽ എന്താണോ, ഒരു പരന്താണോ അതോ തലയിൽ വെള്ള കളറേ, ബാക്കി ഉടൽ വേറൊരു കളറ്. അത് കണ്ടോ, ആകാശം മേഘാവൃതമായിരിക്കുന്നു. ഇത് കണ്ടില്ലേ, സന്ധ്യയായി വരുന്നേ ഉള്ളേ. അപ്പം ഇവിടെ 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഊറ്റം വാഴയൊക്കെ കണ്ടോ. പോസ്റ്റേലൊക്കെ ലൈറ്റൊക്കെ ഇട്ടു. വേണ്ടല്ലേ, പോസ്റ്റേ ലൈറ്റൊക്കെ കിടക്കുന്നു. ആ വീട്ടിലവർ ഒരാൾ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു, ട്യൂബോ. ഇവിടെ എല്ലാം വാഴക്കൂട്ടങ്ങളാണ്, കണ്ടില്ലേ. നല്ല രസമാണ്. ഇതേ ഒരു മാവ് പൂത്തിട്ട് ആകാശത്തൂടെ പക്ഷികളൊക്കെ പറക്കുന്നുണ്ടോ, കണ്ടോ. പക്ഷിയല്ല കേട്ടോ, അത് പരന്താണേ. ഇത് കണ്ടോ, പരന്ത് കണ്ടോ. അപ്പം അവർ പോയി അവരുടെ പാട്ടിന്. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ പിന്നെ ഒരു 10 വയസ്സ് വരെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല ആഹാരം നമ്മുടെ വീട്ടിൽ വെക്കണത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വയറുവേദനയൊക്കെയാണ്. ഞാൻ ജോലി ചെയ്ത ഒരിടത്താണെങ്കിൽ ഒരു കുഞ്ഞിന് ഭയങ്കര വയറുവേദനയായിരുന്നു. അങ്ങനെ വയറുവേദനിച്ചിട്ട് കുഞ്ഞിനെ കുറേ അടുത്തൊക്കെ കൊണ്ടുപോയി കാണിച്ച്. അപ്പം അന്നേരത്തൊക്കെ വേദനയ്ക്കൊക്കെ ഉള്ളത് കൊടുക്കും. അത് കഴിയുമ്പോൾ കൊച്ചിന് വീണ്ടും വയറുവേദന. ആഹാരം കഴിക്കുമ്പം വയറുവേദനയാണ്. അത് ഇതുപോലെ ഹോട്ടലിലെ ഫുഡാണ് കൂടുതലും അത് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ പോയി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിനെന്തോ ഈ ഒരുപാട് എന്തൊക്കെയാണ് അതിൻ്റെ വയറ്റിൽ നമ്മുടെ
ഫാസ്റ്റ് ഫുഡൊക്കെ വാങ്ങിച്ച് ഒരുപാട് കഴിച്ച് അങ്ങനെ എന്തോ പ്രശ്നം വയറ്റിലായി. പിന്നെ ഒരുപാട് മരുന്ന് ഒരുപാടൊക്കെ നാൾ മരുന്നൊക്കെ കഴിച്ചാണ് കൊച്ചിന് കുറച്ചൊക്കെ കുറവായത്. എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെയൊക്കെ പേരൊന്നും പറഞ്ഞ് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല അത്. പിന്നെ അപ്പം കൊച്ചുങ്ങളെ പൊടി കുഞ്ഞ് 10 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. നല്ല എല്ലാ രീതിയിലും ശ്രദ്ധിക്കണം. ഫുഡിൻ്റെ കാര്യത്തിലായാലും മറ്റ് കാര്യങ്ങളിലായാലും ഫോണിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും നല്ലതായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞുങ്ങളെ അധികമായിട്ട് ഇപ്പം എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളും പഠിത്തമൊക്കെ അങ്ങനെയൊക്കെയല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് കാക്കയും അതും പരുന്തും കൂടെ ഭയങ്കര അടിയാണ്. അപ്പം ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വേണ്ടി കുഞ്ഞുങ്ങളിൽ ഫോണൊക്കെ കൊടുക്കുമ്പോൾ അടുത്ത് കൂടെയൊക്കെ ഇരുന്നിട്ട് വേണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. എപ്പോഴും കുഞ്ഞുങ്ങളെ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ അവരെന്താണോ ഫോണിൽ കാണുന്നത്, അല്ലെങ്കിൽ ഏത് വീഡിയോ ആണ് കാണുന്നത്, കേൾക്കുന്നത്, പഠിക്കുവാണോ എന്നൊക്കെ ഉള്ള ശ്രദ്ധയൊക്കെ നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് അമ്മമാർക്കൊക്കെ വേണം. കുഞ്ഞുങ്ങളെ പെൺകുട്ടികളുടെ കാര്യത്തിലായാലും ശരി, ആൺകുട്ടികളുടെ കാര്യത്തിലായാലും ശരി, രണ്ടുപേരും തുല്യം തന്നെയാണ്. ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അങ്ങ് വിടേണ്ട കാര്യമൊന്നുമില്ല. രണ്ടുപേരെ ഒരുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ചിലരൊക്കെ പറയും ആൺകുട്ടിയല്ലേ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആണും പെണ്ണും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നമുക്ക് ആൺകുട്ടി നശിച്ചു പോട്ടെ എന്നും പറയുമോ നമ്മൾ? ഇല്ലല്ലോ. പെൺകുട്ടി നമ്മൾ സൂക്ഷിച്ചാൽ മതി, ആൺകുട്ടികളെ സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ പറയുന്ന കേൾക്കാം. അപ്പം നമുക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ നമുക്കൊക്കെ എല്ലാവരും ഒരുപോലെ തന്നെ. അതുകൊണ്ട് പ്രത്യേകിച്ച് അച്ഛന്മാരൊക്കെ പിന്നെ ജോലിക്കും ഒക്കെ പോകുന്നവരല്ലേ, എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ അവർക്ക്. അപ്പോൾ അമ്മമാരൊക്കെ, ജോലിയില്ലാത്ത അമ്മമാരൊക്കെ, എപ്പോഴും വീട്ടിൽ ഇരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ എല്ലാം കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. സ്കൂളിൽ പോകുമ്പോഴേ ആരോടെ കൂട്ടുകൂടണം, പിന്നെ അങ്ങനെ സമയത്ത് നമ്മളെ വീട്ടിൽ സ്കൂൾ വിട്ട് സമയത്ത് നടന്നു വരുന്ന പിള്ളേരൊക്കെയുണ്ട്. ഞാൻ അവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ സ്കൂൾ ബസ്സിലൊന്നും വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും അല്ല പറയുന്നത്. എൻ്റെ മോനൊക്കെ നടന്ന് തന്നെ, എൻ്റെ കുഞ്ഞ് സ്കൂൾ ബസ്സിലൊന്നും പോയിട്ടൊന്നുമില്ല, നടന്ന് തന്നെ വരും. അപ്പോൾ നമ്മൾക്കൊരു കൃത്യ സമയമുണ്ട്. ആ സമയത്ത് വന്നില്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ. അപ്പം നമ്മൾ തിരക്കി ഇറങ്ങാറുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട് ഞാൻ. അങ്ങനെ വരാത്തത് കൊണ്ടല്ല, പക്ഷെ എൻ്റെ അമ്മയെന്നുള്ള നിലയിൽ എൻ്റെ ഉള്ളിൽ കൃത്യം ഒരു സമയം ഞാൻ വെച്ചേക്കും. ആ സമയത്ത് തന്നെ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും. സ്കൂൾ അടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വഴിയിലോട്ട് ചെല്ലുമ്പോൾ അവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്നെ വഴക്ക് പറയും, എല്ലാവരും വഴക്ക് പറയും. കൊച്ചു സ്കൂളിൽ നിന്ന് അവനാ സ്കൂളിൻ്റെ പടിയിൽ നിന്ന് ഇറങ്ങി കാണത്തില്ലല്ലോ, അതിന് മുന്നേ തിരക്കി ഇറങ്ങിയോ, അവനിങ്ങ് വരണ്ടായോ എന്നൊക്കെ പറയും. എന്നാലും നമ്മൾ അമ്മയെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ആയിരുന്നു. ഇപ്പം വലുതായി, ഇപ്പം വലിയ ചെറുക്കനായി, വലിയ മുട്ടനായി. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ കെയർ ചെയ്യേണ്ടതൊന്നും കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ നല്ലതായിട്ട് വളർത്തിക്കൊണ്ട് വന്നെങ്കിലേ അവർ നമ്മുടെ രീതിക്കെന്ന് വെച്ചാൽ അവർ വലുതാകുമ്പോൾ ആ ഒരു രീതിയിൽ അവരെ മക്കളെയും വളർത്തിയെടുക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു തന്നെയാണ്. ഞാൻ അറിവിൽ മാത്രമല്ല, ഒരു മോനെ വളർത്തിയ ഒരു അമ്മയെന്ന നിലയിൽ ഞാൻ പറഞ്ഞാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളിത് സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുക. പിന്നെ ഞാൻ പറയാനുള്ളത്, എൻ്റെ വീഡിയോയിൽ എനിക്ക് എന്ത് വേണേലും പറയാമല്ലോ, എന്ത് വേണമെന്നല്ല ചീത്തയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അപ്പം വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ, അത് പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത് കണ്ടാലും സാരമില്ല. അപ്പം ഇത് പറയാനാണ് വന്നത് കേട്ടോ. ഇവിടെ ചൂടൊക്കെ ഉണ്ട്, നല്ല ചൂട്. ഇവിടെ ചാരി ഇരുന്നപ്പോഴേ ഉണ്ടാവും കോവല് കണ്ടാവും കയറി വന്നത്. അപ്പം എല്ലാവരും എൻ്റെ ലോങ് വീഡിയോ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ഫസ്റ്റായിട്ടൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണം, ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കിനി 10 പേരും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് 1K ആവും. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ കാല് പിടിച്ച് ഞാൻ പറയുക, നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ആഞ്ഞു പിടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ.
അപ്പോൾ ഇത് പറയാനാണ് വന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മൾ കരഞ്ഞിട്ടും വിളിച്ചിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് അവരെ കെയർ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞു പോയാൽ നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൂടെ ഓർക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ എന്ന്, അല്ലേ? ഇപ്പം നിങ്ങൾ ഓർക്കും കൊച്ചു കുഞ്ഞുങ്ങളല്ലേ അവരെന്താണെന്ന്. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളാണ് നമ്മൾ ഒരേടത്ത് വന്ന് ലൈവുകളിലും അതിലും ഒക്കെ വന്നിട്ട് ഒരേന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നത്. അതുകൂടെ നിങ്ങൾ ഓർക്കുക. നിങ്ങളൊക്കെ ലൈവുകളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിലൊക്കെ വരുന്ന കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ. അപ്പം പിന്നെ ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിപ്പോൾ ഇങ്ങനെ ആയിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. സ്കൂളുകളിൽ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓരോരോ അവസ്ഥകൾ, ഓരോരോ രീതികൾ, സാഹചര്യങ്ങളൊക്കെ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ.